ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണയാണ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ റെസിപ്രോക്കൽസ്, അതായത് വിപരീത ഭിന്നങ്ങൾ. വിപരീത ഭിന്നങ്ങൾ. ഞാൻ ഇതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളൊരു ബേസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിനകത്തിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് ഇനി കണക്കിലോട്ട് കയറാം, കാരണം ഓൾറെഡി അതെല്ലാം ഞാൻ പറഞ്ഞതാണ്. നിങ്ങളത് കയറി ഒന്ന് കാണണേ കുഞ്ഞുങ്ങളെ കേട്ടോ, എന്നിട്ടേ കണക്കിലോട്ട് കയറാവും കേട്ടോ. 4ാമത്തെ ചാപ്റ്ററാണ് റെസിപ്രോക്കൽസ് അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ. കണ്ടോ, ചാപ്റ്റർ ഇതാണ് റെസിപ്രോക്കൽസ്. കണ്ടോ, അപ്പോൾ നോക്കിക്കേ, ടൈംസ് ആൻഡ് പാർട്ട്. എന്താണ് ടൈംസ്, എന്താണ് പാർട്ട്? എന്താ പറഞ്ഞില്ലേ, ടൈംസ് എന്ന് വെച്ചാൽ എന്താ, മടങ്ങ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മടങ്ങ് കേട്ടോ. എത്ര മടങ്ങ്, എത്ര വെട്ടവാ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, നമ്മുടെയൊക്കെ ഭാഷ ചോദിക്കുക, എത്ര വട്ടം ഉണ്ടത് അല്ലേ, എത്ര. ഇപ്പം ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ 2 + 2 + 2 + 2 എന്ന് ഞാനിവിടെ എഴുതുക. മനസ്സിലായോ നിങ്ങളെ? അപ്പം 2 + 2 + 2 + 2 എന്ന് ഞാൻ എഴുതുക. അപ്പം ഞാൻ ചോദിക്കും, ഇത് എത്ര വട്ടം ഉണ്ട് ഈ 2 എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, ഇത് എത്ര 2 ഉണ്ടെന്ന് ചോദിക്കില്ലേ, ഇത് എത്ര 2 ഉണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, എത്ര എണ്ണം ഉണ്ട്, 1 2 3 4, 4 വട്ടം, 4 ടൈംസ് 4 എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, 4 വട്ടം. ഇവിടെ ടൈംസ് എന്ന് വെച്ചാൽ മടങ്ങെന്നാണ്. എന്താ നിങ്ങളെ, മടങ്ങ്. പാർട്ടെന്ന് വെച്ചാൽ ഭാഗം എന്നാണ് കേട്ടോ. കറക്റ്റ്. ഈ വെട്ടം എന്ന് വെച്ചാൽ എത്ര വെട്ടം ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടോ, നമ്മൾ പഠിക്കുന്നത് ടൈംസ് ആൻഡ് പാർട്ടാണ്. അപ്പോൾ അതിനകത്തിലോട്ട് കയറുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ പിക്ചർ കൊടുത്തേന്നുണ്ടോ, ദർ ആർ 2 പെൻ ഇൻ 1 പാക്കറ്റ്. ഒരു പാക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാക്കറ്റിൽ 2 പേനയുണ്ട്. കണ്ടോ, 2 പേന. ആൻഡ് 8 ഇൻ അനദർ. മറ്റേ പാക്കറ്റിൽ 8 എണ്ണം ഉണ്ട്. അപ്പോൾ 2 പാക്കറ്റാണ്. ഒരു പാക്കറ്റിൽ നോക്കിയേ 1 2 പേനയും, മറ്റേ പാക്കറ്റിൽ മൊത്തം നോക്കിയേ 8 പേനയും ഉണ്ട്. കണ്ടല്ലോ, ദർ ആർ 2 പെൻ ഇൻ 1 പാക്കറ്റ് ആൻഡ് 8 ഇൻ അനദർ. മറ്റേ പാക്കറ്റിൽ 8 എണ്ണം ഉണ്ട്. വി ക്യാൻ കമ്പയർ ദീസ് ഇൻ 2 വേയ്സ്. ഇത് 2 രീതിയിൽ നമ്മൾ എങ്ങനെ എഴുതുക, അതായത് ടൈംസിലും പാർട്ടിലോട്ടും മാറ്റാനാണ്. ഹെഡിങ് ഉണ്ടോ, ടൈംസ് ആൻഡ് പാർട്ടിലോട്ട് എങ്ങനെ മാറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നോക്കില്ല, ഇവിടെ 2 1 2 ഉള്ളൂ. ഇവിടെ എത്ര 2കളുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതണ്ടേ, ഇവിടെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. നോക്കിയേ, അവിടെ എത്ര 2 ഉണ്ട് നോക്കിയേ. ഇവിടെ 1 1 1 1 അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഒരു 2 ഉണ്ട് അല്ലേ, ഒരു പാക്കറ്റിനകത്തിൽ ഒരു 2 ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 എണ്ണം. മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 2 പെന്നുണ്ട്, ഇവിടെ 8 പെന്നുണ്ട്. അപ്പം ഇവിടെ നോക്കിയേ, ഇതിൻ്റെ എത്ര ടൈംസ്. ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എന്നെ എഴുതി കാണിക്കാം. മടങ്ങ് എന്നാണ് അതിൻ്റെ മലയാളം. മടങ്ങ്. ടൈം എന്ന് വെച്ചാൽ മടങ്ങ്. അപ്പം ഈ പേനയുടെ ഇവിടെ 2 എണ്ണം കണ്ടോ, ഇവിടെ 2 ഒരെണ്ണം ഇല്ലേ ഉള്ളൂ. അതായത് ഒരു പാക്കറ്റിൽ 2 എണ്ണം. മനസ്സിലാക്കണേ നിങ്ങൾ, ഒരു പാക്കറ്റിൽ 2 എണ്ണം. ഇവിടെ നോക്കിക്കേ, ഒരു പാക്കറ്റിൽ മൊത്തം 8 എണ്ണമാണ് അല്ലേ, 8 എണ്ണമല്ലേ. അപ്പം നമുക്കത് പെയറായിട്ട് എടുക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ 1, ഇത് 2 എണ്ണം കൂടെ ആയപ്പോൾ 1, ഇത് 2 എണ്ണം കൂടെ ആയപ്പോൾ 1, ഇത് 2 എണ്ണം കൂടെ ആയപ്പോൾ 1. അപ്പം മൊത്തം എത്ര ഉണ്ട്, 4 എണ്ണം. മനസ്സിലായോ? മൊത്തം എത്ര, 4 ജോഡി. മനസ്സിലായോ? ഇവിടെ പെന്ന് ഒന്നെടുത്ത് എന്തുകൊണ്ടാ, ഇതൊരു പാക്കറ്റിലല്ലേ ഇല്ലേ, പാക്കറ്റെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1 പാക്കറ്റിൽ 2 എണ്ണം. അപ്പോൾ ഇവിടെ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഈ 2 പെന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ എത്ര ടൈംസ് എന്ന് വെച്ചാൽ എത്ര മടങ്ങാണ്, 4 മടങ്ങാണ്. മനസ്സിലാക്കണോ നിങ്ങളെ, 4 മടങ്ങ്. എങ്ങനെയാണ് 4 വന്നത്? ഇവിടെ നോക്കിക്കേ, മൊത്തം 8 എണ്ണം ഉണ്ട്. 8 പേനയെ നമ്മളിങ്ങനെ നോക്കിയേ, 2 2 2 എന്ന് എടുത്തപ്പോൾ എത്ര, മൊത്തം എത്ര വട്ടം എടുക്കാൻ പറ്റും നമുക്ക്, മൊത്തം 4 വട്ടം. കണ്ടോ, ആ 4ആണ് ഇത്, 4 ടൈംസ്. മനസ്സിലായോ? ഇതാണ് ടൈം. അങ്ങനെയാണെങ്കിൽ പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ട്, എത്ര പാർട്ട്, അതായത് മൊത്തം എത്ര എണ്ണം ഉണ്ട് ഇവിടെ, 1 2 3 4. 4ൽ ഇവിടെ നോക്കിക്കേ, ഓക്കെ, ഒരു പാർട്ടാണ് ഇവിടെ വന്നത്. 4 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മൊത്തം എത്ര ഉണ്ട്, 8 പേനയുണ്ട്. മൊത്തം എത്ര, 8 പേനയുണ്ട്. ആ 8 പേനയെ നമ്മൾ 2 2 2 എന്ന് എടുത്തപ്പോൾ ഇവിടെ എത്ര പേർക്കുണ്ട്, 1 2 3 4. 4 എണ്ണം അല്ലേ. ഇവിടെ നോക്കിയാൽ ഒരു പാക്കറ്റിൽ 2, അപ്പോൾ ഇവിടെ ഒരെണ്ണം, ഒരു പാക്കറ്റ്. അപ്പം ഇവിടെ എങ്ങനെ എഴുതും, 4ൽ 1.
കേട്ടോ. 4ൽ ഒരു ഭാഗം ഇവിടെ 1 2 3 4 എണ്ണം ഉണ്ട്. ഇത് ആ 4ൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ഈ 2. നിങ്ങൾ മനസ്സിലായോ? മൊത്തം 8 എണ്ണം നമ്മൾ ഈ 2 എണ്ണം വെച്ച് നോക്കി 2 2 2 എന്ന് എടുത്തപ്പോൾ 4 പേർക്ക് അല്ലെങ്കിൽ 4 പാക്കറ്റിലാക്കാം നമുക്ക് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പാക്കറ്റിൽ എത്ര ഉണ്ട്? 2. അപ്പം 4ൽ 1. അതാണ് വി ക്യാൻ ഇവിടെ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം 1 ഈസ് 5 കിലോഗ്രാം. ഇവിടെ നോക്കിയാൽ നമ്മൾ ഡംബൽസ് എടുക്കുമല്ലോ അല്ലേ, വെയിറ്റ് എടുക്കുക ഡംബൽസ്. അതിൽ ഒരെണ്ണത്തിൽ 5 കിലോയാണ് ഒരെണ്ണം. നോക്കിയേ, ദ അതർ ഈസ് 15 kg. ഇതിന് ചെയ്ത് തരണോ, ബുക്കിലോട്ട് ചെയ്യണോ നിങ്ങൾ? ഇവിടെ നോക്കിക്കേ, ഒരു പേന അല്ലേ, ഇവിടെ 2 പെന്നുണ്ട്. ഫസ്റ്റ് 2 പെന്ന്. മറ്റേതിൽ എത്ര പെന്നുണ്ട്? 8 പേന അല്ലേ, 8 പെന്നുണ്ട്. അപ്പം ഇവിടെ 2 പെന്ന്, ഇവിടെ 8 പെന്ന് ഇല്ലയോ. ഈ 2 എന്നുള്ളത് ഈ 8-നകത്ത് എത്ര വട്ടം നമുക്ക് എടുക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കിയാൽ 2 2 2 4 6 8 എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 എണ്ണം. മനസ്സിലായോ? ആ 4ആണ് ഇവിടെ 4 ടൈം എന്ന് പറഞ്ഞത്. ടൈം അല്ലെങ്കിൽ മടങ്ങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 8 പേന. ഇനി തിരിച്ചാണെങ്കിൽ ഇത് ഇങ്ങോട്ടാണെങ്കിൽ ടൈംസ് കേട്ടോ, ഇങ്ങോട്ടാണേ. തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ അത് പാർട്ടും, PART പാർട്ട്. അതായത് 8 എന്ന് പറയുന്നത് അല്ലേ, 8 എന്ന് പറഞ്ഞാൽ എത്ര? 1 2 3 4 4 8 ഉണ്ട്. അതിൽ ഒരു 2, 4ൽ ഒരെണ്ണം. ഇത് 2 അല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത കണക്ക് 5 kgയുടെ ഒരു ഡംബിൾസും പിന്നെ ഏതാ 15 kgയുടെ ഒരു ഡംബിൾസ് ഉണ്ടോ? വെയിറ്റ് എടുക്കുന്ന നമ്മളൊക്കെ ജിമ്മിനൊക്കെ ആരൊക്കെ പോകുന്നുണ്ടോ? നിങ്ങൾ അതിനകത്ത് ആരെങ്കിലും പോകുന്നുണ്ടോ? ഓക്കെ. ഇവിടെ 5 kg ഉണ്ട്, ഇവിടെ 15 kg ഉണ്ട്. നോക്കിയേ, 5ൻ്റെ എത്ര മടങ്ങാണ് 15? 5 എന്ന് പറയാൻ നോക്കിയേ, 5 അല്ലേ, പിന്നെ അധികം 5. നോക്കിയേ എത്ര 5ആണെന്ന് നോക്കിയേ. ഇവിടെ നിങ്ങളിവിടെ പ്ലസ് ആട്ടോ, ഇൻറ്റു അടിച്ച് വെച്ച് ചെയ്യൂ. ഇൻറ്റു അല്ല, ഇവിടെ പ്ലസ്സാണ്. 2 4 6 8. ഇവിടെ 8 അല്ലേ, നമ്മൾ ഇൻറ്റു അടിക്കുമ്പോൾ വേറെ സംഖ്യയായിട്ട് മാറും കേട്ടോ. 16 ആയി പോകും. പ്ലസ് ആണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 2 4 6 8. ഇവിടെ നോക്കിയേ 15 kg. എത്ര 5 വന്നു നോക്കിയേ? 1 2 3 5 അല്ലേ. അപ്പം 5ൻ്റെ എത്ര മടങ്ങാണ് ഇവിടെ? 3 മടങ്ങാണ്. 3 ടൈംസ് അല്ലെങ്കിൽ 3 മടങ്ങാണ്. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ? 5ൻ്റെ 3 മടങ്ങാണ് 15. ഒരു 5 ഈ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ ഡംബിൾസ്, ഇതും കണ്ടോ, ഇത് 5ൻ്റെ ആണ്, ഇത് 15ൻ്റെ ആണ്. ഇതിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് ഇത്? കണ്ടോ, അതാ സംഭവം. അപ്പോൾ എത്ര മടങ്ങ്? 3 മടങ്ങ്. അപ്പോൾ നമുക്ക് ഇത് എത്ര പാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? എത്ര പാർട്ട്, എത്ര ഭാഗം? പാർട്ടെന്ന് വെച്ചാൽ എന്താ? ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3. ആ 3ൽ ഇവിടെ 5 അല്ലേ, ഒരു ഭാഗം. ഇപ്പം മനസ്സിലായി കാണും അല്ലേ, 3ൽ ഒരു ഭാഗം. മുമ്പലത്തെ ഇപ്പോഴത്തെയും മനസ്സിലായോ? അതായത് ഇത് മനസ്സിലായെങ്കിൽ എളുപ്പമാവുന്നില്ല, അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്ത് ഞാൻ പറയുന്നത്. 2 പേന, ഇവിടെ 8 പേന അല്ലേ. ഈ 8 എന്ന് പറയുന്നതിനകത്ത് എത്ര 2 ഉണ്ട്? 1 2 3 4 അല്ലേ, 4 എണ്ണം അല്ലേ. ആ 4ൽ ഒരെണ്ണം എന്ന് പറയുന്നത് 2 അല്ലേ, ഇല്ലേ, 2. അതാണ് 4ൽ 1. അടുത്തത് 5 kg 15 kg. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 5 15 എന്ന് പറയുന്നതിൽ എത്ര 5 ഉണ്ട്? 1 2 3 അല്ലേ. ആ 3ൽ 1 എന്ന് പറയുന്നത് 5 അല്ലേ, അല്ലേ. 3ൽ 1 5. 3ൽ 1 ഒരു ഭാഗം. എങ്ങനെ വേണമെങ്കിലും ഇതിനെ പഠിക്കാം കേട്ടോ. ഞാൻ ഒന്ന് എളുപ്പവഴി വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതിനെ പല രീതിയിലും നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇതിനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങൾ. ഇത് നിങ്ങൾ ഡൗട്ട് അടിക്കായിരിക്കും വേണ്ടി ഒരു എളുപ്പവഴി. ഇപ്പം നമുക്ക് ഈ മേളി ഇപ്പം ചെറിയ സംഖ്യ ഇതല്ലേ, 2 പേന 8 പേന. അപ്പം ഇതിൻ്റെ എത്ര മടങ്ങ്, 2ൻ്റെ എത്ര മടങ്ങാണ് 8 എന്ന് ചോദിക്കത്തില്ലേ, ടൈം. അപ്പം നിങ്ങൾ ടൈം കണ്ടുപിടിക്കാൻ ടൈം ഈസിക്കൽ ടു അല്ലെ മടങ്ങ്, ടൈം അല്ലെങ്കിൽ മടങ്ങ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ വലിയ നമ്പർ ഉണ്ടല്ലോ നിങ്ങൾ, വലിയ സംഖ്യ അല്ലെ ലാർജ് നമ്പർ, വലിയ സംഖ്യ അല്ലെങ്കിൽ ഇതൊരു ക്ലൂ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ലാർജ് നമ്പർ ഏതാന്ന് വെച്ചാൽ അതിനെ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ന് വെച്ചാൽ സ്മാൾ നമ്പർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടൈം കിട്ടും.
അതായത് ഇവിടുത്തെ വലിയ സംഖ്യ എത്രയായിരുന്നു? 8 അല്ലേ? 8നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 അല്ലേ? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 അല്ലേ? മനസ്സിലായോ? അപ്പോൾ ടൈം കിട്ടി. ഇവിടെ നോക്കിയേ, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വന്നത്? 3 അല്ലേ? അപ്പോഴും ടൈം കിട്ടിയില്ലേ? അപ്പോൾ ടൈം കാണാൻ എന്തോ ചെയ്താൽ മതി, തന്നിരിക്കുന്ന വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മടങ്ങ് കാണാൻ കേട്ടോ, മടങ്ങ് കാണാൻ. ടൈംസ് എന്ന് പറയത്തില്ല ഇംഗ്ലീഷിൽ, ടൈംസ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ താഴത്തെ പാർട്ട് കാണാൻ നമ്മൾ എന്തോ ചെയ്യണം? പാർട്ട് എന്ന് വെച്ചാൽ എന്താ? ഭാഗം. എത്ര ഭാഗം? നടി താഴത്തെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് ഭാഗം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഭാഗം. പാർട്ട് കാണാൻ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ, ഇതിനകത്തിലെ ചെറിയ സംഖ്യ ഉണ്ടല്ലോ, ചെറിയ സംഖ്യ അല്ലെങ്കിൽ സ്മാൾ നമ്പറിനെ ക്ലൂ ആയിട്ട് പഠിച്ചു വെക്കാനായിട്ടോ. ആ വലിയ സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായോ? ലാർജ് നമ്പർ. അതായത് ഇവിടുത്തെ ചെറിയ സംഖ്യ ഏതാ? 5 അല്ലേ? 5നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/15. 5നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കി, 5ഉം 15ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 5ൻ്റെ ടേബിളിൽ വരും. 1 5 5 3 5 15. കണ്ടോ? 1/3 അല്ലേ ഇവിടെ കിട്ടിയത്? കണ്ടോ? 1/3 അല്ലേ കിട്ടിയത്? ഇപ്പോൾ പിടികിട്ടിയോ? ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതായത് അടുത്തത് 10 ഒരു എത്രൻ്റെയായിരുന്നു? എ വെസൽ ഹോൾഡ് എന്നാണോ ഇത്? പേജ് നമ്പർ 62 ചെയ്തിട്ടേക്കുന്ന കണക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എ വെസൽ ഹോൾഡ് 10 ലിറ്റർ ഓഫ് വാട്ടർ. ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും. അനദർ വെസലിൽ 15 ലിറ്റർ പറ്റും. ആൾവേസ് ക്യാൻ യു സ്റ്റേറ്റ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ദ ടൈം ആൻഡ് പാർട്ട്. നമ്മളോട് ചോദിച്ചത് നോക്കിയേ, ടൈമും പാർട്ടും കാണാനാണ്. ടൈം ആൻഡ് പാർട്ട്. നമുക്ക് ഒരെണ്ണത്തിൽ എത്ര കൊള്ളുമെന്നാണ് പറഞ്ഞത്? നോക്കൂ നിങ്ങൾ, ഒരെണ്ണത്തിൽ എത്ര കൊള്ളുന്ന? 10 ലിറ്റർ ഒരെണ്ണത്തിൽ കൊള്ളും. കണ്ടോ? 10 ലിറ്റർ ഒരെണ്ണത്തിൽ കൊള്ളും. മറ്റേതിലോ 15 ലിറ്റർ മറ്റേതിൽ കൊള്ളും. ഒന്നിൽ 10 ലിറ്റർ, മറ്റേതിൽ 15 ലിറ്റർ. കണ്ടോ? നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ, ഇക്വേഷൻ എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഇതൊന്നും ഇക്വേഷൻ ഒന്നും അല്ല നിങ്ങൾ. ഇവിടെ ടൈം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ടൈം എന്ന് വെച്ചാൽ എന്തായിരുന്നു? മടങ്ങ് കേട്ടോ. മടങ്ങ് കാണണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്താൽ മതി? ആ വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ ഡിവൈഡ് ചെയ്താൽ മതിയെന്ന്. വലിയ നമ്പർ ആരാ ഇവിടുത്തെ? 15 ആണ്. ചെറിയ നമ്പർ ആരാ ഇവിടുത്തെ? ചെറുത് 10. അപ്പം നോക്കിയേ, 15/10 എന്ന് പറയുന്നത് 15ഉം 10ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 15ഉം 10ഉം 5ൻ്റെ ടേബിളിൽ അല്ലേ? എത്ര? 3 × 5 ആണ് 15. 2 × 5 ആണ് 10. അപ്പം ഈ 5 രണ്ടും വെട്ടിപ്പോയാൽ ബാക്കി ആര് വരും? 3/2 ആണ് എന്ത് വരുന്നത്? ടൈം വരുന്നത്. 3/2. മനസ്സിലായോ? 3/2. കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടങ്ങ് മേളിലാണ്. മടങ്ങ് ടൈംസ് എന്ന് വെച്ചാൽ മേലെ കേട്ടോ, മുകളിലാണ് ടൈംസ് വന്നത്. മടങ്ങ് 3/2 കിട്ടി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും വരുമോ? ഇല്ല. അപ്പം നമ്മൾ മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യണം. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 2 2 ശിഷ്ടം 1. ഇനി ഇതെങ്ങനെ എഴുതുമെന്ന് ഓർത്തോണം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതെങ്ങനെ എഴുതുമെന്ന് ഓർത്തോണം. ഈ 2 താഴെ 2ന് ആ 2നെ അതുപോലെ തന്നെ എഴുതുക. കോഷ്യൻ്റ് അതായത് ഹരണഫലത്തിനെ ലെഫ്റ്റിൽ കൊണ്ടുവരിക. ശിഷ്ടം എപ്പോഴും മേളിലായിരിക്കും. നോക്കിയേ, 1.5 kg ആണ് അവിടെ കിട്ടുന്നത്. 1.5 കിലോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 3/2 എന്ന് നമ്മൾ എന്തോ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ എളുപ്പം എന്താ? 1.5 kg ആണ് നമുക്ക് എന്താ മടങ്ങ് വന്നത്. മനസ്സിലായോ? 1.5 kg ആണ് ടൈംസ് അല്ലെങ്കിൽ മടങ്ങ് വന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ നോക്കൂ നിങ്ങൾ, പാർട്ട് നോക്കിയേ. പാർട്ട് എത്ര കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പാർട്ട് കാണാൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്താ? പാർട്ട് കാണാൻ ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ചെറുതാരാ ഇവിടെ? 10 ആണ്. വലുതാരാണ്? 15 ആണ്. 10ഉം 15ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 10ഉം 15ഉം 5ൻ്റെ ടേബിളിൽ വരും അല്ലേ? 2 × 5 10 ആണ്. 3 × 5 15 ആണ്. മേളിലും താഴെ ഒരുപോലെ വന്നാൽ വെട്ടാം. ആൻസർ 2/3. അപ്പോൾ ഇവിടുത്തെ പാർട്ടെന്ന് പറയുന്നത് 2/3 ആണ്. ഇപ്പോൾ പിടികിട്ടി? എളുപ്പമല്ലേ? ഈ ഒരു കണക്ക് മനസ്സിലാവുന്നവർക്ക് എല്ലാം എളുപ്പമാവും നിങ്ങളെ.
ഇവിടെ നോക്കിയാൽ 10 ലിറ്റർ എന്തുമായിരുന്നു വെസലിൽ വെള്ളമാണെന്ന് തോന്നുന്നു അല്ലേ. 10 ലിറ്റർ 15 ലിറ്റർ വേറൊരെണ്ണത്തിൽ. അപ്പം നമ്മൾ ആ ക്ലൂ പഠിച്ചാൽ മതി, ചെറുതും വലുതും ഏതാണെന്ന് കണ്ടുപിടിക്കുക. നോക്കിയേ, ഇത് ചെറുത് ഇത് വലുത്, എപ്പോഴും ഇങ്ങനെ വരത്തുള്ളൂ, ചെറുതും ഇത് വലുതും അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ടൈം എന്ന് വെച്ചാൽ മുകളിലത്തെയാണെന്ന് ഓർത്തോണം. ഈ മുകളിലത്തെ ഇതൊക്കെ എളുപ്പവഴി പറയുന്നതാണ് നിങ്ങൾ കേട്ടോ. ഈ മുകളിൽ ഇങ്ങോട്ട് 10ൻ്റെ എത്ര മടങ്ങാണ് 15 കണ്ട, എത്ര മടങ്ങ് കൂടുതലാണ് ഈ വെസലിൽ നിന്നും ഈ വെസലിൽ എത്ര കൂടുതലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും വലിയതിനെ ചെറുത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15/10 എന്ന് പറയുന്നതിനെ നമുക്ക് 3/2 കിട്ടി. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരിക്കലും ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം വരയ്ക്ക് മുകളിൽ ഒരിക്കലും വലിയ സംഖ്യ വരത്തില്ല. അപ്പം നമ്മൾ മാറ്റിയിട്ട് ചെയ്തപ്പോൾ നമുക്ക് 1.5 kg കിട്ടി. കണ്ടോ, 1.5 kg കിട്ടി. അതാണ് ഏതാ ടൈംസ് അല്ലെങ്കിൽ മടങ്ങ് അല്ലേ. ഇനി പാർട്ട് അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത് ചെറുതേ ബൈ വലുത് അല്ലേ. അപ്പോൾ എന്താ, ചെറുത് 10 വലുത് 15. അപ്പം നമുക്ക് 2/3 കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാൻ അറിയാവുന്നവർക്ക് എളുപ്പമാട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ അടുത്ത ഒരു ചോദ്യവും കൂടെ പറയുന്നുണ്ട്. കണ്ടേ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാം. നിങ്ങളിവിടെ നോക്കിയേ, ദ ലെങ്ത് ഓഫ് എ റോപ്പ് കയറുണ്ടല്ലോ 4 മീറ്റർ. ചോദ്യം കേൾക്കണേ, ഒരു കയറിൻ്റെ നീളം, ലെങ്ത് എന്ന് വെച്ചാൽ നീളം, എന്തിൻ്റെയാ 4 മീറ്റർ, കയറിൻ്റെ നീളം 4 മീറ്റർ. ദ ലെങ്ത് ഓഫ് അനദർ റോപ്പ്, ഇനി വേറൊരു കയറുണ്ട്, എത്ര 14 മീറ്റർ. ഓക്കെ, നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞ ടൈമും പാർട്ടും കാണാനാണ് നമ്മളോട് പറഞ്ഞത്. എന്താണ് ടൈമും പാർട്ടും, അതായത് മടങ്ങും ഭാഗവും കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ആ ക്ലൂ അങ്ങ് പഠിച്ചാൽ മതി. ഫസ്റ്റ് റോപ്പ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ 4 മീറ്റർ എഴുതി. കണ്ടോ, രണ്ടാമത്തെ റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര 14 മീറ്റർ ആണ്. കണ്ടോ, ഒന്നാമത്തത് 4 മീറ്ററും രണ്ടാമത്തെ 14 മീറ്ററുമാണ്. നമ്മൾ പഠിച്ച ക്ലൂ വെച്ചൊന്ന് എടുത്തേ നിങ്ങളെ. ടൈം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മടങ്ങ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചത് എന്താണ്, ലാർജ് നമ്പർ ബൈ സ്മാൾ നമ്പർ. ലാർജ് നമ്പർ ഇവിടെ ഏതാണ്, ലാർജ് നമ്പർ 14 അല്ലേ. അപ്പോൾ 14 ബൈ സ്മാൾ നമ്പർ 4. 14 4 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ നോക്കിക്കേ, ഉണ്ട്, 2ൻ്റെ ടേബിളിൽ അല്ലേ. അപ്പോൾ നമ്മൾ എഴുതാം 14/4 എന്ന് പറയുന്നത് ഏതിൻ്റെ ടേബിളിലാണ് വരുന്നത്, 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും, 14നെ എത്ര 2 14 എന്ന് എഴുതിയാൽ മതി കേട്ടോ. എത്ര 2 7 2 14, പിന്നെ 2 2 4. അതല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്താലും മതി, ഇനി അറിയത്തില്ലെങ്കിൽ കേട്ടോ, ഡിവൈഡ് ചെയ്താലും മതി, എങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇനി 2 ഇത് എളുപ്പമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇൻറ്റു കാണിച്ചത് കേട്ടോ. ഡിവിഷൻ ചെയ്താലും മതി, ഇനി അതല്ല ഇങ്ങനെ ചെയ്താലും മതി. അപ്പം ബാക്കി എത്ര കിട്ടി, 7/2 എന്ന് കിട്ടി. കണ്ടോ, 7/2 എന്ന് കിട്ടി. നോക്കിക്കേ, വരയ്ക്ക് മുകളിൽ കിടക്കുന്ന നമ്പർ വലുതല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വരയ്ക്ക് മുകളിൽ വലിയ നമ്പർ വരത്തില്ല. അപ്പം മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 3 2 6 ശിഷ്ടം 1. നമ്മൾ പഠിച്ച രീതി വെച്ച് താഴെ തരുന്ന ഡിനോമിനേറ്ററിന് ഒരു മാറ്റവും ഇല്ല, അത് അതുപോലെ എഴുതുക. കോഷ്യൻറ്റിനെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക, റിമൈൻഡറിനെ മേളിൽ കൊടുക്കുക. നോക്കിയേ, 3.5 kg ആണ് എന്ത് വന്നത്, ടൈം എന്ന് പറയുന്നത് ഇതല്ലേ. ടൈം എത്ര വന്നു, ടൈം അല്ലെങ്കിൽ മടങ്ങ് എന്ന് പറയുന്നത് 3.5 kg ആണ്. kg അല്ല, ഇവിടെ ലിറ്റർ വെള്ളമല്ലേ, അപ്പം ലിറ്റർ അല്ല, റോപ്പാവും. നിങ്ങളിവിടെ റോപ്പ് കയറ് ചോദ്യം കേട്ടിട്ട് വേണം കേട്ടോ. ഇവിടെ കയറാ, റോപ്പ്. മനസ്സിലായ 3.5 വന്നത് എങ്ങനെയാണെന്ന്. അതായത് ഈ ഒരു ക്ലൂ പഠിച്ചാൽ മതി നിങ്ങളെ. മടങ്ങ് കാണണമെങ്കിൽ ലാർജ് നമ്പർ ബൈ സ്മാൾ നമ്പർ. ലാർജ് നമ്പർ 14 ചെറിയ നമ്പർ 4. ഇത് ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ നോക്കുക. 4 6 0 ഒക്കെ 2ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അപ്പം 2ൻ്റെ ടേബിൾ വന്നപ്പോൾ എത്ര 2 14, എത്ര 2 4, ഏതാ 7/2 വന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയപ്പോൾ എന്താ, ആ വരയ്ക്ക് മുകളിൽ വന്നത് വലുതും വരയ്ക്ക് താഴെ ചെറുതും വന്നാൽ മാറ്റിയിട്ട് ചെയ്തപ്പോൾ 3.5 കിട്ടി. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്, ടൈം കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം, പാർട്ട് കണ്ടുപിടിക്കണം. പാർട്ട് സ്കൂളിൽ ഏത് രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നതെന്ന് അറിയില്ല നിങ്ങൾ. പലരും പല രീതിയിലാണ് ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് ആൻസർ ശരിയായാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യുക. ആര് പഠിപ്പിക്കുന്നതാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ, കാരണം ആൻസർ കിട്ടണം കേട്ടോ. അപ്പം പാർട്ട് കാണാൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, ചെറിയ നമ്പർ ബൈ വലിയ നമ്പർ. ചെറിയ നമ്പറിനകത്തിൽ ഏതാ 4 ആണ്.
വലിയ നമ്പർ എന്ന് വെച്ചാൽ 14 4ഉം 14ഉം ഏതിൻ്റെ ടേബിളിൽ വരും? നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ അല്ലേ? ഏതാ? 2ൻ്റെ ടേബിളിൽ. ഏതാ? 2 2 4 7 2 14. അപ്പം എന്താ പാർട്ട് എന്ന് പറയുന്നത് 2/7 കിട്ടി. കണ്ടോ? പാർട്ട് എന്ന് പറയുന്നത് 2/7 കിട്ടി. ടൈം എന്ന് പറയുന്നത് 3 1/2 kg അല്ല, റോപ്പാണ് കേട്ടോ. കയറിൻ്റെ ആയതുകൊണ്ട് റോപ്പും കിട്ടി. കണ്ടോ? എളുപ്പമല്ലേ? ഇതിലെ കണക്ക് എക്സസൈസ് നമുക്ക് ഒന്നാമത്തെ ചെയ്യാം. പേജ് നമ്പർ 64 ഒന്നാമത്തെ എക്സസൈസാണ്. നോക്കിയേ. സുമ ഹാസ് 16 rupees വിത്ത് ഹെർ. സഫീർ ഹാസ് 4 rupees. അതിലൊന്നാമത്തെ വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്. രണ്ടാമത്തെ ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാവ്. അപ്പം മുമ്പ് നമ്മൾ ആ ചെയ്ത രീതി തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയേ. പാർട്ട് കണ്ടോ? പാർട്ടും ടൈംസും കാണാനാണ് ചോദ്യം കണ്ടായിരുന്നല്ലോ. ഇവിടെ സുമ ഹാസ് 16 rupees വിത്ത് ഹെർ. സുമയുടെ ഹാസ് എന്ന് വെച്ചാൽ ഉണ്ടെന്താ? 16 രൂപ. സഫീർ ഹാസ് 4 rupees. നോക്കിയേ, ഇവിടെ 2 തന്നല്ലോ. എത്രയൊക്കെയാണ് തന്നെ? നമ്മുടെ ക്വസ്റ്റ്യൻ എക്സസൈസ് 64 പേജിലെ ഒന്നാമത്തെ ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ളത് എഴുതിക്കുക. ആരുടെയൊക്കെ കയ്യിലാണ്? സുമയുടെ കയ്യിൽ എത്ര ഉണ്ട്? സഫീറിൻ്റെ കയ്യിൽ എത്ര ഉണ്ട് അല്ലേ? സുമയുടെ കയ്യിൽ സുമ കണ്ടോ? സുമാസിൻ്റെ എമൗണ്ട് എത്ര രൂപയുണ്ടെന്നോ? എമൗണ്ട് സുമയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 16 അല്ലേ? ഇനി സഫീറിൻ്റെ കയ്യിലോ? റുപ്പീസാണ്. RS റുപ്പീസ്. സഫീറിൻ്റെ എമൗണ്ടോ? സഫീറിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? എമൗണ്ട് ₹4. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലേ? ചെറിയ എമൗണ്ട് ഫസ്റ്റ്, വലിയ എമൗണ്ട് സെക്കൻഡ്. കണ്ടോ? മുമ്പ് ചെയ്ത രീതി വെച്ചിട്ട് ഇതെന്താ? ഇത് ടൈംസും ഇത് പാർട്ടും, ഇത് മടങ്ങും ഇത് ഭാഗവും. 4ൻ്റെ എത്ര ടൈംസാണ്? എത്ര ടൈംസ് 16 വരും? എത്ര? 4 അധികം 4 അധികം ഇങ്ങനെ ചെയ്യേണ്ട. അതിനുള്ള എളുപ്പവഴി നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചോദ്യം നമ്മളോട് ചോദിച്ചത് ഇത് നമ്മൾ പഠിച്ച രീതി വെച്ച് പറഞ്ഞതാണ് കേട്ടോ. നമ്മളോട് ചോദിച്ചത് വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്. വാട്ട് പാർട്ടാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പാർട്ട് കാണാൻ പാർട്ട് കാണാൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? പാർട്ട് ഇപ്പം നമ്മൾ പറഞ്ഞതാണ് അല്ലേ? പാർട്ട് കാണണമെന്നെങ്കിൽ എന്ത് ചെയ്യണം? സ്മാളസ്റ്റ് അല്ലേ? പാർട്ട് കാണണമെങ്കിൽ സ്മാളസ്റ്റ് നമ്പർ ബൈ, ഓർമ്മയുണ്ടോ? സ്മാളസ്റ്റ് നമ്പർ ബൈ, ഇനി അത് എഴുതണോ? ഓക്കെ, വേണമെങ്കിൽ എഴുതിക്കാം. ലാർജസ്റ്റ് അല്ലേ? സ്മാളസ്റ്റ് നമ്പർ ഏതാ? ഇവിടുത്തെ 4 ലാർജസ്റ്റ് നമ്പർ ഇങ്ങനെ എഴുതരുത് കേട്ടോ. കറക്റ്റ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ അറിയാൻ വേണ്ടി ഒന്ന് എഴുതി വെച്ച് ഓർക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. അങ്ങനെ ആൻസറിൽ എഴുതരുത്. SL എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. പാർട്ടെന്ന് എഴുതി അല്ലെ ഭാഗം എന്ന് എഴുതിയിട്ട് നിങ്ങൾ എങ്ങനെ എഴുതും? 4/16. നോക്കിയേ, 4ഉം 16ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 4ൻ്റെ തന്നെ വരും. അത് നമുക്കറിയാം. 7 നമുക്ക് 4 എത്ര? 1 4 4 ബൈ 4 4 16. ഒരുപോലുള്ളതിനെ വെട്ടിക്കളഞ്ഞു, ബാക്കി 1/4 വന്നു. അപ്പം നമുക്ക് 1/4 കിട്ടി. 1/4 എന്ന് വെച്ചാൽ എന്തായിരുന്നു? 1/4 ആദ്യം ചോദിച്ചാൽ പാർട്ടല്ലേ? പാർട്ട്. അപ്പോൾ എങ്ങനെ എഴുതും? സഫീർ ഹാസ്, സഫീറിൻ്റെ കയ്യിൽ 1/4 പാർട്ട് ഓഫ് സുമാസ് മണി. കണ്ടോ? സുമാസ് മണി നമുക്ക് കിട്ടിയത് കണ്ടോ? എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാമേ? നമ്മൾ ആ ക്ലൂ വെച്ച് പഠിച്ചുകൊണ്ട് എളുപ്പമല്ലേ? ഓക്കെ, ഇനി അടുത്ത നമ്മളോട് ചോദിച്ചാൽ എന്താണെന്ന് അറിയാം? ഹൗ മെനി ടൈംസ്, എത്ര മടങ്ങ് സഫീർസ് മണീസ് ഡസ് സുമ ഹാവ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമ്മൾ എഴുതിയോണ്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എത്ര മടങ്ങ് കണ്ടോ? ടൈംസ് കാണാൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? എങ്ങനെയാണ് ടൈംസ് കാണാനുള്ള ക്ലൂ നമ്മൾ പഠിച്ചായിരുന്നല്ലോ? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ടൈംസ്? ലാർജ് അല്ലേ? ടൈംസ് കാണാൻ എന്ത് ചെയ്യണം? ലാർജ് നമ്പർ ബൈ സ്മാൾ നമ്പർ അല്ലേ? അങ്ങനല്ലേ? നേരെ തിരിച്ച്. അപ്പോൾ ഇത് റഫായിട്ട് എഴുതിയെന്നേ ഉള്ളേ. ലാർജ് നമ്പർ ഏതാ? ഇവിടുത്തെ 16 സ്മാൾ നമ്പർ 4 16 4 ഏതിൻ്റെ ടേബിളിൽ വരും? 4ൻ്റെ അല്ലേ? 4 × 4 16 1 × 4 4. ഇത് 4 വെട്ടിപ്പോയി 4/1 എന്ന് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? 4/1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 തന്നെ വരുന്നത് കേട്ടോ. ആൻസർ എന്താ? 4. ഇത്രയും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ 16/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നേ ഉള്ളൂ. ഞാനത് വിശാലമായിട്ട് എഴുതുക. 4 × 4
16. ആ 4 എന്ന് പറയുന്നത് എന്താ? ടൈംസ് ആണ്. ടൈംസ് എന്ന് വെച്ചാൽ മടങ്ങ്. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് പാർട്ടാണ്, ഭാഗം. നമ്മുടെ ചോദ്യം കേട്ടിട്ട് വേണം എഴുതാൻ. ഭാഗമാണ് ആദ്യം ചോദിച്ചത്. അതായത് 4ൻ്റെ എത്ര മടങ്ങ് ആണെന്ന് ചോദിച്ചാൽ 16. അപ്പം നമുക്ക് നോക്കി ഈ 16നെ നമ്മൾ 4 4 4 എന്നിട്ടപ്പോൾ എത്ര വന്നായിരുന്നു? 4 അല്ലേ? 4 വന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാതെയും നമുക്കറിയാം, ഇല്ലയോ? അറിയത്തില്ലയോ നിങ്ങളെ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അത് ഇപ്പം ചെറിയ സംഖ്യ ഇവിടെ 4 വന്ന് അല്ലേ? വലിയ സംഖ്യ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ചെയ്താൽ ഒത്തിരി പാടായിട്ട് തോന്നുകയും ഏതാണ്ട് അറിയത്തില്ല എന്നും പറഞ്ഞിരിക്കല്ലേ നിങ്ങളെ? നോക്കി 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4ൻ്റെ എത്ര മടങ്ങാണ് 16? 4 4 1 4 4 24 8 3 4 12 4 4 16. നോക്കി എത്ര 4 ഉണ്ട്? 1 2 3 4. അപ്പോൾ ഇവിടെ 4 ആണ്. 4 ടൈംസ്. നമുക്കിവിടെ ടൈം 4 നോക്കിയാൽ 4 അല്ലേ കിട്ടിയത്? കണ്ടോ? ഇനി പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4ൽ നോക്കിയേ എത്ര എണ്ണം ഉണ്ട്? 1 2 3 അല്ലേ? 4 എണ്ണം അല്ലേ? അപ്പം 4ൽ 4 അല്ലേ? അല്ല 4ൽ ഈ ഒരെണ്ണം അല്ലേ? 4ൽ 1. അപ്പം നോക്കിയേ പാർട്ടും കിട്ടി. 4ൽ ഈ 4 എണ്ണത്തിൽ ഒരെണ്ണമാണ് ഈ 4 അല്ലേ? മൊത്തം 4 എണ്ണം അല്ലായിരുന്നോ? അതിൽ ഒരെണ്ണം നോക്കിയേ 1 ഈ 4. കണ്ടോ? അപ്പം 4ൽ 1 പാർട്ട് എന്ന് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാം ആൻസർ കിട്ടി. 4ൽ 1 എന്ന് വെച്ചാൽ പാർട്ടും ബാക്കി ഏതാ? ഈ 4 ടൈം അല്ലേ? എന്ന് വെച്ചാൽ ഭാഗം എന്നാന്ന് ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. 4 വന്നേ എന്താ? ഇവിടെ എത്ര 16-നകത്ത് എത്ര 4 ഉണ്ടെന്നുള്ളതാണ്. 14ൽ എത്ര 4 ഉണ്ട്? 1 2 3 4. ആ 4ആണ് ഈ 4. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് മനസ്സിലാവുന്നത് ആ രീതിയിൽ ആൻസർ എഴുതണം കേട്ടോ. ഇത് വേർഡ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എഴുതി കാണിച്ചത്. രണ്ടാമത്തെ എഴുതാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എ ലാർജ് ബാഗ് കണ്ടെയ്ൻസ് 9 കിലോഗ്രാം ഓഫ് ഷുഗർ. എ ലാർജ് ബാഗ്, ഒരു വലിയ ബാഗിൽ 9 കിലോഗ്രാം ഷുഗർ പഞ്ചസാരയുണ്ട്. എ സ്മാൾ ബാഗിൽ 6 കിലോഗ്രാമും ഉണ്ട്. വലിയ ബാഗിൽ 9 കിലോഗ്രാം ഷുഗറുമുണ്ട്, ചെറിയ ബാഗിൽ 6 കിലോഗ്രാം ഷുഗറുമുണ്ട്. ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ്. ചെറിയ ബാഗിനേക്കാൾ എത്ര മടങ്ങ്? മുമ്പ് നമ്മൾ ആ ചെയ്ത രീതി തന്നെ എല്ലാ കണക്കും നിങ്ങളൊന്ന് ചിന്തിച്ചേ. ചെറിയ ബാഗിനേക്കാൾ എത്ര ടൈംസ് അല്ലെ എത്ര മടങ്ങ് കൂടുതലാണ് വലിയ ബാഗിൽ അല്ലേ? അത് കഴിഞ്ഞ് ചോദിച്ചു ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് വാട്ട് പാർട്ട് ഓഫ് ദ ഹെവിയർ ബാഗ്. ഈ ചെറിയ ബാഗിൻ്റെ എത്ര ഭാഗമാണ്, വലിയ ബാഗിൻ്റെ എത്ര ഭാഗമാണ് അല്ലേ? പാർട്ടും ടൈമും മുമ്പ് നമ്മൾ ആ പഠിച്ച രീതി വെച്ച് അങ്ങ് ചെയ്താൽ മതി. ചോദ്യം മനസ്സിലായല്ലോ? രണ്ടാമത്തെയാണ്. അപ്പം നമുക്ക് ക്ലൂ വെച്ച് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? ചെറിയ ബാഗിൽ 6 കിലോയും ഇല്ലയോ? വലിയ ബാഗിൽ എത്ര? 9 kg. 9ഉം 6ഉം അല്ലേ? 9ഉം. നോക്കിയേ, ചെറിയ ബാഗിൽ 6 kgയും വലിയ ബാഗിൽ 9 kgയും. അപ്പം നമ്മളിങ്ങനെ ഇതിനെന്താ? ടൈംസ്. ഇവിടെ ഇങ്ങോട്ട് ടൈംസും ഇവിടെ ഇങ്ങോട്ട് പാർട്ടുമാണ്. നമ്മൾ ആ ക്ലൂ വെച്ച് പഠിച്ചായിരുന്നല്ലോ. എന്താ ടൈം? ഇത് കണക്കല്ല, ഇത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടോ. നമ്മളൊരു ക്ലൂ എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് എഴുതാം. കാരണം ഈ ആൻസർ തന്നെ ആണോ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ടൈം കാണാം അല്ലെ? ടൈം അല്ലെങ്കിൽ ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വലിയ അല്ലേ? വലിയ ലാർജ് നമ്പർ ബൈ സ്മാൾ നമ്പർ അല്ലേ? പാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? പാർട്ട് സ്മാൾ നമ്പർ ബൈ ലാർജ് നമ്പർ. ഇവിടെ ലാർജ് നമ്പർ എത്ര? 9ആണ്. ചെറിയ നമ്പർ 6ആണ്. നോക്കിയേ, 9/6നെ നമുക്ക് ഏതിൻ്റെ ടേബിൾ വരും? 3ൻ്റെ ടേബിൾ വരും അല്ലേ? 3 × 3 ആണ് 9. 2 × 3 6. അപ്പോൾ നോക്കിയേ, 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഖ്യയാണ് വരയ്ക്ക് മുകളിൽ വന്നത്. അപ്പം നമ്മൾ മാറ്റിയിട്ട് 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഈ 2നെ അതുപോലെ എഴുതുക. കോഷ്യൻ്റ് ലെഫ്റ്റിൽ കൊടുക്കുക, റിമൈൻഡർ മേളിൽ കൊടുക്കുക. നോക്കിയേ, ടൈം എന്ന് പറയുന്നത് 1.5 കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് സ്മാൾ ഉണ്ട്, 6/9 അല്ലേ? ഇതും 6ഉം 9ഉം 3ൻ്റെ ടേബിളിൽ പറ്റും. 3 × 2 ആണ് 6. 3 × 3 ആണ് അല്ല 3 × 2 3 × 3. അപ്പോൾ 2/3 ആണ് ഇവിടുത്തെ എന്ത് വരുന്നത്? പാർട്ടും വരുന്നത്. നമുക്കിത് നമ്മൾ ആ പഠിച്ച ക്ലൂ ആണ് ഇത്. ഇത് വെച്ച് നമുക്ക് ഈ വേർഡ് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഇതാണോ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്ത് കാണണം? ടൈംസ് അല്ലേ? ഫസ്റ്റ് നമ്മളോട് പറഞ്ഞ ടൈംസ് അല്ലെങ്കിൽ ഭാഗം. മലയാളംകാർക്ക് എന്താ എഴുതുന്നത് നിങ്ങൾ? പാർട്ട് അല്ലെങ്കിൽ ഭാഗം അല്ല, ടൈം മടങ്ങ് അല്ലേ? ഭാഗം അല്ലെങ്കിൽ മടങ്ങെന്ന് എഴുതിക്കും. ഞാൻ എപ്പോഴും ഈ ഭാഗം എന്ന് പറഞ്ഞെങ്കിലും മടങ്ങ്, എത്ര മടങ്ങ് എന്നാണ് കേട്ടോ.
അതാണ് ടൈംസ്. എത്ര മടങ്ങ്, എത്ര നമ്മളോട് പറഞ്ഞത് 9 അല്ലേ, 9 കിലോയും പിന്നെ എത്ര 6. അപ്പം നോക്കിക്കേ, ടൈം 9 6 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 9 6. കണ്ടോ, മനസ്സിലായോ? ചെറിയ ചാക്കായിരുന്നു, ചെറിയ ബാഗിൽ 6 കിലോയും വലിയ ബാഗിൽ 9 കിലോയുമാണ്. അപ്പോൾ ടൈം കാണാനുള്ള എളുപ്പവഴിക്കാണ് ലാർജ് നമ്പർ ബൈ സ്മാൾ നമ്പർ വെച്ച് നമ്മൾ ചെയ്തത്. 9 6 ഏതിൻ്റെ ടേബിളിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ ടേബിളിൽ വരും. 3 × 3 ആണ്. അടുത്ത 3 × 2 ആണ്. ഒരേപോലെ വരുന്നതിനെ വെട്ടിക്കളയാം. ബാക്കി 3/2 ആണ് അല്ലേ. 3/2 എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്തതേ ഉള്ളൂ. എത്ര വരും? 1/2 വന്നു. അപ്പം 1.5 കേട്ടോ, 1.5 kg കേട്ടല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ എഴുതും? ദ വെയിറ്റ് ഓഫ് ഷുഗർ അല്ലേ, ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ഹെവിയർ ബാഗിൽ ഈസ് 1.5 ടൈംസ് that in the lighter bag. എന്ന് വെച്ചാൽ ആ ചെറിയ ബാഗിന് 6 ചെറിയ ബാഗിൽ, അതിനേക്കാൾ 1.5 കേട്ടോ. ഇവിടെ എത്ര വരുന്നത്? ടൈംസ് 1.5 കേട്ടോ. ഇവിടെ വന്ന എന്താ പറഞ്ഞാൽ ടൈംസ്, മുകളിലത്തെ ടൈംസ് ഉണ്ട്. ചെറിയ ബാഗിനേക്കാൾ 1.5 മടങ്ങ് കൂടുതലാണ് വലിയ ബാഗിൽ. കണ്ടോ, ആ 1.5 നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ പാർട്ട് അല്ലേ, പാർട്ട് കാണാൻ നമ്മൾ പഠിച്ച ക്ലൂ ഏതായിരുന്നു? ഇത് സ്റ്റെപ്പ് എഴുതാൻ വേണ്ടി എഴുതിയാണ്. പാർട്ട് എന്ന് എഴുതുന്നത് ചെറിയ നമ്പർ ബൈ വലിയ നമ്പർ. ചെറുത് ഏതായിരുന്നു? 6/9. 6ഉം 9ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ ടേബിളിൽ. 3 × 2 6, 3 × 3 9. ഒരേപോലെ വന്ന വെട്ടി. ബാക്കി 2/3. കണ്ടോ, 2/3 എന്താണ്? പാർട്ടുമാണ്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതും? ദ വെയിറ്റ്, അതായത് ഇത് തിരിച്ച് പാർട്ട് എഴുതുന്നതെന്നാൽ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ. സ്റ്റെപ്പ് ഒന്ന് ഇവിടെ എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. സംഭവം ഇത് തന്നെയാണ്. ഇതറിയാവുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ. പാർട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ വെയിറ്റ് ഓഫ് എന്ന് വെച്ചാൽ ഈ വലുതിൻ്റെ, കണ്ടോ, വലുതിൻ്റെ എത്ര ഭാഗമാണ് ചെറുതെന്ന്, അതാ സംഭവം. ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദി ഏതിൻ്റെ? ആ ചെറുതിൻ്റെ ലൈറ്റർ ബാഗിൽ ഈസ് 2/3 പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദി ഹെവിയർ ബാഗ്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആ പഠിച്ച ക്ലൂ പഠിക്കാമെങ്കിൽ എളുപ്പമാവും. നിങ്ങളെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലൂ, ചെറുത് വലുത്, ചെറുതിൻ്റെ എത്ര ടൈംസ്, എത്ര മടങ്ങ്, അതാണ് കേട്ടോ. ഇതിനുള്ള ക്ലൂ നമ്മൾ പഠിച്ചു. ടൈംസ്, മേളിലത്തെ ടൈംസ് ആണ് അല്ലെ മടങ്ങാണ് കേട്ടോ. ഞാൻ ഭാഗം എന്ന് പറയുമ്പോൾ മടങ്ങ്, ടൈംസ് എന്ന് വെച്ചാൽ മടങ്ങ്. അപ്പം നമ്മൾ വലുത് ബൈ ചെറുത്, അപ്പം നമുക്ക് 1.5 കിട്ടി. അപ്പം നമുക്ക് ടൈംസ് കിട്ടി. അപ്പം നമ്മളതിൻ്റെ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. സ്റ്റെപ്പ് എഴുതാൻ നമ്മളിങ്ങനെ മനസ്സിൽ നമ്മളെല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടി വെച്ചെങ്കിലും സ്റ്റെപ്പ് എഴുതണം കേട്ടോ. എന്താ ഈ ചെറിയ ചാക്കിനേക്കാൾ എത്ര മടങ്ങ് കൂടുതലാണെന്ന് കേട്ടോ. 1.5 ടൈംസ് 1.5 വന്നു. ഇനി പാർട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വലുതിൽ നിന്നും ചെറുതിലോട്ട് കേട്ടോ. വലുതിൻ്റെ എത്ര ഭാഗമാണ് ഈ ചെറുതെന്നുള്ളതാണ്. ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് 2/3 പാർട്ട് ദ ഹെവിയർ ബാഗ്. എത്രയായിരുന്നു? 2/3. 2/3 ഒക്കെ നമുക്ക് നേരത്തെ നമ്മൾ റഫായിട്ട് മാറ്റി ചെയ്തപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടിയതാണ്. സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയാണ് ഇത് ഇത്ര എഴുതിയത്. ഓക്കെ ആണല്ലോ. അടുത്ത കണക്ക് ചെയ്യാം. നോക്കിഞ്ഞാൽ അടുത്ത 3ാമത്തെ ചോദ്യം. ദ വെയിറ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈസ് 6 കിലോഗ്രാം. ദ വെയിറ്റ് ഓഫ് അനദർ ബ്ലോക്ക് ഈസ് 26 കിലോഗ്രാം. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഇപ്പം നമ്മൾ കുറേ ചെയ്തതുകൊണ്ട്. ദ വെയിറ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്സിൻ്റെ ഒരു ഇരുമ്പ് കട്ടയുടെ വെയിറ്റ് തന്നിട്ടുണ്ട് 6 കിലോഗ്രാമും പിന്നെ എത്ര
26 കിലോഗ്രാമും. ഫസ്റ്റ് നമുക്കത് തന്നിട്ടുണ്ട്. ഏതാ ഒരു വെയിറ്റ് ഓഫ് ദ അയൺ ബ്ലോക്ക് 6 കിലോഗ്രാമും തന്നിട്ടുണ്ട്. പിന്നെ ഏതാ ഒരു 26 കിലോഗ്രാമും തന്നിട്ടുണ്ട്. പിന്നെ ദ വെയിറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക്, ലൈറ്റർ ആ ചെറിയ എന്താ വെയിറ്റ് കുറഞ്ഞ ബ്ലോക്ക് ഈസ് ദ ഫ്രാക്ഷൻ. നോക്കിയാൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക്. ഇവിടെ ഒരു ഫ്രാക്ഷൻ എന്ന് തന്നേക്കുന്നുണ്ടോ നിങ്ങൾ? ഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ട് എന്നാണ്, ഭാഗം, ഭാഗിക്കാനല്ലേ എന്ന് വെച്ചാൽ എന്താ പാർട്ട് കേട്ടോ, മനസ്സിലാക്കണേ. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ പാർട്ട്. അതിൻ്റെ അടുത്ത് നോക്കി ദ വെയിറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ്. അപ്പം നിങ്ങൾക്ക് ഇത് ഡൗട്ട് വരുമായിരിക്കും, ഈ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഇനി എന്തുവാ, ടൈം ആണോ പാർട്ടാണോ എന്നുള്ള ഡൗട്ട് വരും. അതിൻ്റെ തൊട്ട് താഴത്ത് നോക്കിയാൽ ടൈംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ. ടൈംസ് പാർട്ട് എന്ന് വിചാരിച്ചാൽ അങ്ങനൊന്നും അല്ല കേട്ടോ. ഞാനിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതിൽ എന്തായാലും ടൈമും പാർട്ടും കാണാനാണല്ലോ ഈ ചോദ്യം മൊത്തം അല്ലേ. അപ്പോൾ ദ വെയിറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ. നമ്മുടെ ചോദ്യത്തിൽ ഏത് തരത്തിലും ടെസ്റ്റ് കാണും, അതുകൊണ്ട് ഓർത്തോണം. ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ട്, ഭാഗം എന്നാണ് കേട്ടോ. ഓഫ് ദാറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക്. അങ്ങനെ ദ വെയിറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതായത് നമ്മൾ ആ ക്ലൂ പഠിച്ചാൽ മതി. ഏതാ 2 അയൺ ബ്ലോക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 6 kg ഒന്ന് എത്ര 26 kg അല്ലേ. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുത് വലുതെന്ന് 2 എണ്ണം. മുകളിൽ ഇതാണ്ട് ഈ തരുന്നത് ടൈംസ് അല്ലെങ്കിൽ എന്താ ഭാഗം അല്ലെങ്കിൽ മടങ്ങ് കേട്ടോ. നിങ്ങൾ മടങ്ങ് ഈ ഭാഗം എന്ന് പഠിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ തെറ്റിപ്പോലെ മടങ്ങ് അല്ലെങ്കിൽ ടൈംസ് ആണ് ദാണ്ട് ഈ മുകളിൽ തരുന്നത്. ദാണ്ട് ഇവിടെ ഇങ്ങനെ എന്താണ് പാർട്ടാണ്. പാർട്ട് മീൻസ് ഭാഗം അല്ലേ, ഭാഗം. ഓക്കെ, മടങ്ങ്, ഇത് മടങ്ങും. ഞാൻ ഇതുവരെ എല്ലാം മേളിൽ ഭാഗമെന്നാണോ എഴുതിയേക്കുന്നത്? അല്ല, മടങ്ങുന്നത് തന്നെ കേട്ടോ. എനിക്കൊരു ഡൗട്ട്. താഴെയാണ് ഭാഗം, അവസാനം കേട്ടോ. ടൈം എന്ന് വെച്ചാൽ മടങ്ങ്, പാർട്ടെന്ന് വെച്ചാൽ ഭാഗം. ഓക്കെ, ഒരു ഡൗട്ട് കേട്ടോ ഇനി പറഞ്ഞ്. അപ്പോൾ ഇവിടെ നോക്കിയേ 6 കിലോഗ്രാം ഉള്ള ഒരു അയൺ ബ്ലോക്സും 26 കിലോഗ്രാം ഉള്ള വേറൊരു അയൺ ബ്ലോക്സും 2 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിൽ ചെറുത് ഏതാ വലുത് ഏതാന്ന് നമുക്കറിയാം. ഇനി ആ ചോദ്യത്തിനനുസരിച്ച് എഴുതിയാൽ മതി. ദ വെയിറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഹെവിയർ ബ്ലോക്ക് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നിക്കുക എന്ന് വെച്ചാൽ എന്താ? ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ പാർട്ടാണ് കേട്ടോ. ഓർത്തോണേ നിങ്ങളെ, പാർട്ട് കേട്ടോ. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ പാർട്ടാണ്. നമ്മൾ പാർട്ട് പഠിച്ചത് എങ്ങനെയായിരുന്നു? സ്മാള് ബൈ ലാർജ് അല്ലേ, ചെറുതിൽ നിന്നും വലുതാണ്. ഈ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പാർട്ട് പഠിച്ചത് ഇങ്ങനെയാണ്. അപ്പം ചെറുതാരാ ഇവിടെ 6 വലുതാരാണ് 26. ഈ 6ഉം 26ഉം ഏതിൻ്റെയും ടേബിളിൽ വരുമെന്ന് നിങ്ങളും ചിന്തിച്ചേ. തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ നോക്കിയാൽ മതി നിങ്ങളെ, 0 കേട്ടോ. ആ ക്ലൂ പഠിച്ചു വെച്ചാൽ മതി. 0, 2, 4, 6, 8 ഇതൊക്കെ വരികയാണെങ്കിൽ 2ൻ്റെ ടേബിളിൽ പറ്റും. ഇനി അതും അറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ പകുതി വെച്ച് ചെയ്താലും മതി കേട്ടോ. 6ൻ്റെ പകുതി ഏതാ? 3 അല്ലേ. 26ൻ്റെ ഇതാ 13. അപ്പോൾ 3/13 വന്നല്ലോ കേട്ടോ. അറിയത്തില്ലെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. അറിയാൻ വയ്യാന്നും പറഞ്ഞിരിക്കരുത്. 6ഉം 26ഉം എന്താ നമ്മൾ ചെറിയ ഫോമിലോട്ട് മാറ്റി, എന്ന് വെച്ചാൽ സ്മാളസ്റ്റ് അല്ലെ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റി. ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്, 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് അല്ലെ 2ൻ്റെ ടേബിളിൽ 13 × 2 ആണ് 26, 3 × 2 ആണ് 6. ഇനി ആ 2 വെട്ടി കണ്ടോ, അപ്പോഴും എന്താ 3/13 നമുക്ക് കിട്ടിയത്. കണ്ടല്ലോ, എന്ത് കിട്ടി? പാർട്ട് കിട്ടി കേട്ടോ, ഭാഗം കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റെപ്പ് എങ്ങനെ എഴുതും? അതായത് ഇതിൻ്റെ വെയിറ്റ്, ദ വെയിറ്റ് ഓഫ് ദി ലൈറ്റർ, ആ ചെറിയ ബ്ലോക്ക് ഉണ്ടല്ലോ, ചെറിയ ബ്ലോക്ക് ഈസ് എത്ര? 3/13 ഫ്രാക്ഷനായിട്ട് ചോദിച്ചത്. ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദി ഹെവിയർ ബ്ലോക്ക്, ഹെവിയർ ബ്ലോക്ക് കേട്ടോ. ഹെവിയർ ബ്ലോക്ക് അതായത് ഈ ചെറിയ ബ്ലോക്കിൻ്റെ എത്ര മടങ്ങാണ് കേട്ടോ? 26 kg. ഈ വലിയ ബ്ലോക്കിൻ്റെ എത്ര ഭാഗമാണ് ഏതാ? പിന്നെ ചെറിയ ബ്ലോക്ക്, വലിയ ബ്ലോക്കിൻ്റെ എത്ര പാർട്ടാണ്? അപ്പോൾ ആദ്യം നമ്മൾ ഏതാ കണ്ടുപിടിച്ച? പാർട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി, എത്ര കിട്ടി? 3/13 കിട്ടി കേട്ടോ. ഇതിൻ്റെ എത്ര പാർട്ട്? മേളിൽ ടൈമും താഴെ പാർട്ടുമാണ്. നമ്മൾ പാർട്ടാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. പാർട്ട് കണ്ടുപിടിച്ചപ്പോൾ 3/13 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടൈം കണ്ടുപിടിക്കണം. ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? മടങ്ങ്. മടങ്ങ് കാണാൻ നമ്മൾക്ക് ക്ലൂ പഠിച്ചിട്ടുണ്ടല്ലേ. ടൈം കാണാൻ L/S ആണ്. ലാർജ് നമ്പർ ഇവിടെ 26 ആണ്.
സ്മാൾ നമ്പർ 6 ആണ്. മുമ്പ് ചെയ്ത രീതി വെച്ച് തന്നെ പകുതി അല്ലേ, 13/2 എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. ഇതിൻ്റെ പകുതി അല്ലെങ്കിൽ 2ൻ്റെ ടേബിളിൽ വരും കേട്ടോ. 13 2 26, 2 3 6. അപ്പോൾ നോക്കിയേ, മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും ഒരിക്കലും വരത്തില്ല. അപ്പോൾ 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 2 12, ശിഷ്ടം 1. ഈ താഴെ തന്ന ഡിനോമിനേറ്റർ വേണം എപ്പോഴും താഴെ എഴുതാൻ. കോഷ്യൻ്റ് എന്ന് വെച്ചാൽ ഹരണഫലം ഈ കിടക്കുന്ന മേളിൽ വരുന്നതിനെ ലെഫ്റ്റിൽ കൊണ്ടുവരിക. ശിഷ്ടം എപ്പോഴും മേളിൽ വെക്കുക. 6.5 കണ്ടോ. 13നെ 2 വെച്ചല്ലേ ചെയ്ത്, 13 അല്ലേ. ഇവിടെ 3 വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ 26നെ എത്ര 2 വെച്ച് 13 ഇൻറ്റു എത്ര 2 26, 3 ഇൻറ്റു 2 6. അപ്പോൾ ഈ 2 പോയി കഴിഞ്ഞാൽ 13/3 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 3 വരുന്നത്. 3 അപ്പം 4 3 12, ശിഷ്ടം 1. അപ്പോൾ ഇവിടെ 4 വരുന്നത്. 4.5 വരുന്നത് കേട്ടോ. 4 ഈ 3 തന്നെ ഇവിടെ വരും. അതായത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 13/3 ആണ് വന്നത്. 13നെ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 13നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 3 12, ശിഷ്ടം 1. ഈ 3 തന്നെ വേണം എപ്പോഴും താഴെ എഴുതാൻ. കോഷ്യൻറ്റിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, റിമൈൻഡറിനെ മേളിൽ കൊണ്ടുപോവുക. 4 1/3 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ എഴുതും? ദ വെയിറ്റ് ഓഫ് ദി, ഈ എഴുതിയില്ലേ, ഇത് അറിയാമല്ലോ. അതുപോലെ തന്നെ കേട്ടോ. എങ്ങനെ എഴുതും? ദ വെയിറ്റ് ഓഫ് ദ, അത് ലൈറ്റർ ബ്ലോക്ക് ആണെങ്കിൽ ഇത് ഹെവിയർ ബ്ലോക്ക് ഈസ് ഇവിടെ എത്ര 4 1/3 ടൈംസ്, മറ്റേത് പാർട്ടല്ലേ, ടൈം ദാറ്റ് ഓഫ് ദി, ഇവിടെ ലൈറ്റർ ബ്ലോക്ക്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? നമ്മൾ ആ പഠിച്ച ക്ലൂ മാത്രം മതി കുഞ്ഞുങ്ങളെ. ഈ എഴുതി വെച്ചേക്കുന്നത് കണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ, ഇവിടെ നമ്മൾ ടൈം കാണുന്നത് മേളിലാണ്. ഈ ചെറിയ ബ്ലോക്കിൽ നിന്നും എത്ര മടങ്ങ് കൂടുതലാണ് ഈ വലിയ ബ്ലോക്ക്, അതാണ് മുകളിൽ വരുന്നത്, അതായത് ടൈംസ്. ഈ ഇനി ഇപ്പുറത്ത് തിരിച്ച് പാർട്ട് കാണുന്നത് ഈ വലിയ ബ്ലോക്കിൻ്റെ എത്ര ഭാഗമാണ് ഈ ചെറിയത്. ഈ പാർട്ട് എന്നുള്ളതിനെ ഫ്രാക്ഷൻ എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അത് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഓർത്തോണം അത് പാർട്ടാണെന്ന് കേട്ടോ. അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതുകൂടെ അങ്ങ് ചെയ്യാം. അടുത്ത എൻ്റെ എക്സർസൈസിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ലെങ്ത് ഓഫ് ദ റിബൺ ആണ് ഈസ് 2/3 ടൈംസ് ദ ലെങ്ത് ഓഫ് എ സ്മാളർ റിബൺ. വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്മാൾ റിബൺ. ഇവിടെ ഒരു റിബൺ തന്നിട്ടുണ്ടോ നിങ്ങളെ? അതിൻ്റെ നോക്കിയേ, നീളം തന്നിട്ടുണ്ട്. ഈ ചെറിയ റിബണിന് 2 റിബൺ ഉണ്ട്. ചെറിയ റിബണിനേക്കാൾ 2/3 ടൈംസ് എന്തുണ്ട്, ലെങ്ത് കൂടുതലുണ്ട്. ലെങ്ത് ഓഫ് ദ റിബൺ 2/3 ടൈംസ് ദ ലെങ്ത് ഓഫ് ദ സ്മാൾ റിബണിനേക്കാൾ എത്ര ടൈംസ് ഉണ്ടെന്നാണ് പറയുന്നത്? 2/3 എന്തുണ്ട് റിബൺ. അതായത് നമുക്ക് ചെറിയ the length of the ribbon is 2/3 times the length of the small ribbon. അങ്ങനെയാണെങ്കിൽ what part of the length of the large ribbon is the length of the small ribbon? മനസ്സിലായോ? ഇല്ലായിരിക്കും ഇല്ലയോ? അതായത് നമുക്ക് ചെറിയ റിബണും ഞാൻ കാണിക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ, 2/3 ടൈംസ് നോക്കിയേ, 2/3 ടൈംസ് ദ ലെങ്ത് ഓഫ് എ സ്മാൾ റിബൺ. അതായത് ഇവിടെ നമുക്ക് ടൈംസ് എന്ന് വെച്ചാൽ മടങ്ങ് അല്ലേ, മടങ്ങ് എത്ര തന്നിട്ടുണ്ട്? 2/3 തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നത് കേട്ടോ. മിക്സഡ് ഫ്രാക്ഷനിൽ തന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമില്ല. നമ്മളതിനെ എന്ത് ചെയ്യണം? 2ന് താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം ബൈ 3. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കുറേ ഫസ്റ്റ് ഇതിലൊക്കെ പഠിച്ചതാണ് അല്ലേ. ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ, അതായത് മിക്സഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത്? താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്യണം, മേളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം. 2 × 3 6 + 2 8. അപ്പോൾ 8/3 ആണ് നമുക്കിവിടെ ടൈംസ് ഓൾറെഡി തന്നിരിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു?
എന്താ മടങ്ങ് എത്ര മടങ്ങാന്നുള്ളത് 8/3 കിട്ടി. ഇനി ചെറിയ റിബണും വലിയ റിബണും ഏതൊക്കെയാണെന്ന് നമുക്കറിയേണ്ടത്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ടൈം കാണുന്നതിനുള്ള ഇക്വേഷൻ നമ്മളുടെ ക്ലൂ വെച്ച് പഠിച്ചിട്ടുണ്ട്. എന്താ, L/S ആണെന്ന് അല്ലേ. ടൈമിൻ്റെ എന്താണ് L/S, അതായത് ലാർജ് നമ്പറെ ബൈ സ്മാൾ നമ്പറാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ടൈം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതേണ്ടത്, അതായത് ലാർജ് ലെങ്ത് റിബൺ അല്ലേ, ലെങ്ത് നീളം, ലെങ്ത് ഓഫ് ലാർജ് നീളമുള്ള റിബൺ ബൈ ലെങ്ത് തെറ്റുവാങ്ങ് ലെങ്ത് ഓഫ് സ്മാൾ റിബൺ. വലിയ റിബണും ചെറിയ റിബണും നമ്മൾ ആ ക്ലൂ പഠിച്ചതാണ്, വലുതും ചെറുതും അല്ലേ. ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 8/3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 8/3 നമ്മുടെ ക്വസ്റ്റ്യനിൽ 2/3 തന്നിട്ടുണ്ട്. അപ്പം ലാർജ് റിബണും ബൈ സ്മാൾ റിബൺ ആണെന്ന് നമുക്കറിയാം, നമ്മൾ ആ ക്ലൂ പഠിച്ചു വെച്ചിട്ടുണ്ട് ടൈം കാണുന്നതിനുള്ള. അപ്പോൾ അത് നമുക്ക് കിട്ടി 8/3 എന്ന് നമുക്ക് കിട്ടി. എന്തെങ്കിലും സംശയമുണ്ടോ? 2/3 നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് ഇത് തന്നിട്ടുണ്ടോ നിങ്ങളെ, ടൈം എത്ര അല്ലെ മടങ്ങ് എത്ര എന്ന് തന്നിട്ടുണ്ട്. അത് ഇംപ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാ, പാർട്ട് കാണണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി, സ്മാൾ ബൈ ലാർജ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോഴും എന്താ ചെയ്താൽ മതി, ലെങ്ത് ഓഫ് സ്മാൾ റിബൺ ബൈ ലെങ്ത് കാണാൻ പറ്റത്തില്ല, ലെങ്ത് ഓഫ് ലാർജ് റിബണ്. അതും എത്ര, എങ്ങനെ എഴുതിയാൽ മതി, ഇത് നേരെ തല തിരിച്ച് ലെങ്ത് ഓഫ് സ്മാൾ റിബണ്, ഇത് നോക്കിയേ, ലെങ്ത് ഓഫ് ലാർജ് റിബൺ ബൈ ലെങ്ത് ഓഫ് സ്മാൾ റിബൺ എന്ന് വെച്ചാൽ 8/3 അല്ലേ. അപ്പോൾ അത് നേരെ തല തിരിച്ചാണ് എന്ത് വന്നത്, SL സ്മാള് ബൈ ലാർജ്. അപ്പോൾ എങ്ങനെ 3/8, ഇത്രയേ ഉള്ളൂ. ഇത്രയും കാണിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളതിനെ തീറമായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും, അതായത് ദ ലെങ്ത് ഓഫ് ദ സ്മാൾ റിബൺ is 3/8 part of the length of the large ribbon. മനസ്സിലാവുന്നുണ്ടോ? ഈ കണക്ക് മനസ്സിലായിരുന്നോ? അതായത് ഇതുവരെയുള്ള കണക്കിനകത്തിലെല്ലാം നമുക്ക് ചെറുതും വലുതും 2 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ, ഒരു ചെറുതും ഒരു വലുതും. അങ്ങനെ ചെറുതിൽ നിന്നും നമ്മൾ വലുത് ടൈംസും അവിടെ നിന്ന് തിരിച്ച് പാർട്ടുമായിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. പക്ഷേ ഇതിനകത്തിൽ നമുക്ക് ഓൾറെഡി ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത, ടൈംസ് നേരിട്ട് ഇനി തന്നിരിക്കുക. നിങ്ങൾ കണ്ടുപിടിക്കാനൊന്നും നടക്കണ്ട, ടൈംസ് നേരിട്ട് തന്നിരിക്കുകയോ, പക്ഷേ തന്നിരിക്കുന്നതോ അത് മിക്സഡ് ഫ്രാക്ഷനിലുമാണ് അല്ലേ. ആ മിക്സഡ് ഫ്രാക്ഷനിൽ ഏത് കണക്ക് തന്നാലും നിങ്ങളുടെ ജോലി അതിനെ എന്ത് ചെയ്യുക, ഇംപ്രോപ്പറിലോട്ട് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അതായത് താഴെ കിടക്കുന്ന സംഖ്യ ടിക്ക് ഓർത്താൽ മതി നിങ്ങൾ, അതിങ്ങനെ ടിക്ക്, താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്യുക, മേളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് 8/3 കിട്ടി. നോക്കിയേ, വലുതും ചെറുത് കണ്ടോ. അപ്പോൾ LS ടൈം കാണുന്ന നമ്മൾ ക്ലൂ പഠിച്ചു വെച്ചിട്ടുണ്ട്, ലാർജ് നമ്പർ ബൈ സ്മാൾ നമ്പർ. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ബൈ ലെങ്ത് ഓഫ് ദ സ്മാൾ റിബൺ 8/3 ആണെങ്കിൽ അത് നേരെ തിരിച്ചിടുന്നതല്ലേ പാർട്ട് അല്ലേ, നേരെ തിരിയുന്നതല്ലേ. അപ്പം നമുക്ക് 3/8 കിട്ടി. അത്രയും മാത്രം എഴുതിയാലും മതി കേട്ടോ, മാർക്ക് കിട്ടും. ഇത്ര ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് ടോപ്സി ടർവി എന്നുള്ള ഒരെണ്ണമുണ്ട്, അത് കാണാം. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ താങ്ക് യു.